പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വിശ്വസ്തതയും ദയയും കരുണയും കരുതലും എത്രയോ വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിനും എല്ലാം എത്രയോ വലിയവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിക്കും. അപ്പൊ നമ്മൾ നിരാശപ്പെടും. നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവിൽ പ്രത്യാശിക്കാൻ പറ്റുമോ? പൂർണ്ണ ഹൃദയത്തോടെ അവനെ ആശ്രയിക്കും. അതെ, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പൂർണ്ണ ഹൃദയത്തോടെ എല്ലാ കാര്യങ്ങളിലും. നമ്മളിപ്പോ ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. കാണുന്ന കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും. പക്ഷെ അതിനപ്പുറമായി ഹല്ലേലൂയ, നമുക്ക് കർത്താവ് തന്ന വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കാം. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാം. റോമാലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായം 7-ാം വാക്യം. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ അത്ര സന്തതി എന്ന് വരും. അപ്പം സന്തതി ഇവിടെ പറയുന്ന നമുക്ക് ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ 3 വിധത്തിൽ മനുഷ്യന്റെ അവസ്ഥ കാണാൻ കഴിയും. 1 ശിശുക്കൾ, 2 മക്കൾ, 3 സന്തതികൾ. നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചു ശിശുക്കൾ എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ ശിശുക്കൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ദൈവവചനത്തെ വായിക്കുമ്പോൾ നമ്മൾ എല്ലായിടത്തും അത് മനസ്സിലാക്കിയതാണ്. കാരണം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു. അപ്പോഴ് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ ശിശുക്കൾ. 4-ാമത്തെ അധ്യായം ഗലാത്യ ലേഖനം 4:1 പറയുന്നത് അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവരല്ല. എന്നാൽ ഇവിടെ പറയുന്നത് മക്കൾ എന്ന പദവിയെ കുറിച്ച്. മക്കൾ. അപ്പൊ അവിടെ അബ്രഹാമിനെ ജനിച്ചവരെല്ലാം മക്കളാ. കെതൂറയിൽ മക്കൾ ജനിച്ചു, ഹാഗാറിൽ മകൻ ജനിച്ചു. അവരെല്ലാം മക്കൾ എന്ന പട്ടികയിൽ തന്നെയാണ് കാണുന്നത്. എന്നാൽ സന്തതി എന്ന് പറയുന്നത് ഇസഹാക്കിനെ കുറിച്ച്. അപ്പൊ അവിടെ മക്കളും സന്തതിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമുക്കറിയാം, മക്കൾ എന്ന് പറയുന്ന ആ പദവിയില് അപ്പനും അമ്മയ്ക്കും മക്കളായി ജനിച്ചവരെല്ലാം മക്കൾ എന്ന നിലയിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. എന്നാൽ മക്കൾ എന്ന നിലയിൽ അറിയപ്പെടുമ്പോഴും അതില് പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന മക്കളെ അവരാണ് ആ മാതാവിന്റെയും പിതാവിന്റെയും പാരമ്പര്യം നിലനിർത്തുന്നതും തലമുറയുടെ മഹത്വം നിലനിർത്തുന്നതും എല്ലാം അവരാണ് തുടർന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും കർത്താവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഒരു വ്യക്തി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവൻ ദൈവത്തെ അഭിമുഖീകരിക്കേണ്ട രീതിയുണ്ട്. ആരാധനയോടുകൂടെ ചെല്ലണം, സ്തോത്രത്തോടുകൂടെ ചെല്ലണം, യാഗത്തോടുകൂടെ ചെല്ലണം. ഇതൊക്കെ നമ്മളെ ചില കാര്യങ്ങൾ നമ്മൾ വർഷങ്ങളായി കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും ഇരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പിന്തുടരാറുണ്ട്. നമുക്ക് പലയിടത്തും നമുക്ക് കാണാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ അവര് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ യാഗങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ദൈവസന്നിധിയിലേക്ക് വരും, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ആ കാഴ്ചകളിൽ നിന്ന് അപ്പുറമായി നമുക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം തന്നു. അപ്പൊ അവിടെ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന പദവി എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആരാണ് മക്കൾ? അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവ മക്കളാണ്. ഇപ്പൊ ദൈവത്തിന്റെ മക്കളായി, ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവ മക്കൾ എന്ന പദവിയിലേക്ക്. അതായത് ശിശുക്കൾ എന്ന് പറയുന്നത് ആരാണ്? ന്യായപ്രമാണത്തിന് കീഴുള്ളവർ ശിശുക്കൾ. എന്നാൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ, പ്രവർത്തികളിൽ ആശ്രയിക്കുന്നവരെ ശിശുക്കൾ എന്ന് പറയുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് പറയുന്നത് മക്കൾ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ മക്കൾ. ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കുന്നവർ ശിശുക്കൾ.
അപ്പൊ ഈ ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് മക്കൾ എന്ന പദവിയിലേക്ക് ആയത് ആരാണ്? ആ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ. അതായത് നമുക്കറിയാം, രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് റോമാലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായത്തില് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നു. അവന്റെ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അത് റോമാലേഖനം 10-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറയുമ്പോൾ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യാം. അപ്പൊ അവിടെ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ പശ്ചാത്തലവും സാഹചര്യങ്ങളും എന്തുമായിക്കോട്ടെ, ആ വിവിധമായ പശ്ചാത്തലങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി എത്രത്തോളം യേശു ക്രിസ്തു അവർക്ക് വേണ്ടി ക്രൂശിൽ നിവർത്തിച്ച പ്രവൃത്തിയെ വിശ്വസിക്കുന്നോ അത്രത്തോളം അവനകത്ത് നീതിബോധമുണ്ടാകും. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വേറെയാണ്, നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. നീതീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ക്ഷമയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ആ വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി കരയുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ ആർക്കെതിരെയാണോ ആരാണോ ക്ഷമിക്കേണ്ടത്, ആ തെറ്റിനോ ആരാണോ ക്ഷമിക്കേണ്ടത്, അയാളുടെ മഹാമനസ്കത കൊണ്ടോ അദ്ദേഹം അയാളോട് ക്ഷമിച്ചു എന്നിരിക്കട്ടെ, പറഞ്ഞു കുഴപ്പമില്ല, പോട്ടെ, ഇപ്പോഴത്തെ ഈ ഒരു സമയത്തേക്ക് സാരമില്ല, ഞാനത് വിട്ടേക്കുക എന്ന് ആ വലിയ വ്യക്തിയുടെ മഹാമനസ്കത കൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ചില കാര്യങ്ങളെ ഒഴിവാക്കിയേക്കാം. ഇല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്ത വ്യക്തിയുടെ പശ്ചാത്താപം കണ്ടിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തി അതിന് പശ്ചാത്തപിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ക്ഷമിക്കപ്പെടുന്നത് കാണാൻ കഴിയും. എന്നാൽ ആ ക്ഷമിക്കപ്പെടുക എന്നൊരു ക്ഷമ വരുമ്പോഴും അവിടെ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ഇദ്ദേഹം ചെയ്ത തെറ്റായിട്ട് തന്നെ നിൽക്കുന്നു, തെറ്റ് ചെയ്തു എന്നാലും ക്ഷമിക്കുക. അപ്പം ക്ഷമിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി അവിടെ നിലനിൽക്കുന്നു. അതേ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ഹൃദയം കൊണ്ട് രണ്ടാം കക്ഷി അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു. അത് മാത്രം അവിടെ നടക്കുന്നുള്ളൂ. ആ തെറ്റ് അവിടെ നിലനിൽക്കുന്നു. അയാൾ കുറ്റവാളി തന്നെയാണ്, പക്ഷെ ക്ഷമിക്കപ്പെട്ടു, അത്രേ ഉള്ളൂ. എന്നാൽ നീതീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവിടെ നീതീകരിക്കപ്പെടുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് തെറ്റ് ചെയ്യാത്ത വ്യക്തിയെ പോലെ കരുതുക. ആ വ്യക്തി തെറ്റ് ചെയ്തു, ശരിയാണ്, ആ വ്യക്തി അബദ്ധം കാണിച്ചു, പാപം ചെയ്തു, കുറവുണ്ടായി, തെറ്റു ചെയ്തു, ആ വ്യക്തിയിൽ എല്ലാ വിധത്തിലുള്ള മിസ്റ്റേക്കുകളും സംഭവിച്ചു. എന്നാലും അവിടെ പറയുന്ന ഒരു കാര്യം, അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യുക, അതിനെ അങ്ങ് വിട്ടുകളയുക, തെറ്റ് ചെയ്യാത്തവനെ പോലെ. ഹല്ലേലൂയ. അതാണ് നീതീകരിക്കപ്പെടുക എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അതായത് ഒരുവൻ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ആ വ്യക്തി തെറ്റ് ചെയ്തിട്ട് ക്ഷമിക്കപ്പെടുന്ന പഴയ ഉടമ്പടിയിലെ ക്ഷമയല്ല ഇവിടെ വെളിപ്പെടുന്നത്. ആ തെറ്റ് ചെയ്തിട്ടും തെറ്റ് ചെയ്യാത്തവനെ പോലെ കൺസിഡർ ചെയ്യപ്പെടുന്ന നീതിമാനായിട്ട് മാറുക, നീതീകരിക്കപ്പെടുക. ആ നീതിബോധം ഒരുവന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും ആ വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യുന്നതാണ് നീതിബോധം. അതായത് ജീവിതത്തിനകത്ത് വെല്ലുവിളികളെ ഭയപ്പെടുന്ന ഒരു വ്യക്തി, ഭാവിയെ ഭയപ്പെടുന്ന ഒരു വ്യക്തി, പ്രതിസന്ധികളെ ഭയപ്പെടുന്ന ഒരു വ്യക്തി, തോൽവിയെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആ വ്യക്തി എത്ര മഹാനാണെങ്കിലും, എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും, എത്ര പ്രാപ്തിയുള്ള വ്യക്തിയാണെങ്കിലും, പരാജയത്തെ ഭയപ്പെടുന്നെങ്കിലും, പ്രയാസങ്ങളെ ഭയപ്പെടുന്നെങ്കിലും, വെല്ലുവിളികളെ ഭയപ്പെടുന്നെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിന് ജീവിതത്തിൽ മുന്നോട്ട് പോകാനോ ആർക്കെങ്കിലും ഒരു പ്രയോജനമുള്ള ഒരു ജീവിതം നയിക്കാനോ സാധ്യമല്ല. എന്നാൽ എപ്പോഴാണോ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ആ വ്യക്തിയുടെ അകത്ത് തന്നെ ഒരു ബോധ്യം ഉണ്ടാകുന്നത്, എന്ത് ബോധ്യമാണ്? ഹല്ലേലൂയ. എൻ്റെ പ്രശ്നങ്ങളെ കണ്ടോണ്ടല്ല, വെല്ലുവിളികളെ കണ്ട് ഞാൻ മടിച്ചു നിൽക്കുകയല്ല. എൻ്റെ ജീവിതം ഒരൊറ്റ ജീവിതമാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. അത് ജയകരമായിട്ട് എനിക്ക് ജീവിക്കണം. അതിനകത്ത് ശരി തെറ്റുകളെ ഞാൻ നോക്കുന്നില്ല, ഇല്ലെങ്കിൽ പരാജയത്തെയും ജയത്തെയും ഞാൻ നോക്കുന്നില്ല, അതിന്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെ ഞാൻ നോക്കുന്നില്ല, ലാഭത്തെയും നഷ്ടങ്ങളെ ഞാൻ നോക്കുന്നില്ല. എനിക്ക് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാനായിട്ട് ഞാൻ എൻ്റെ സ്റ്റെപ്പുകൾ മുന്നോട്ടെടുക്കുക. അതിന് പുറകില് ഒന്നിനും ആർക്കും എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ അതിൽ മുന്നോട്ട് പോകുമെന്ന് ഒരു വ്യക്തി എത്രത്തോളം അദ്ദേഹത്തിന്റെ അകത്ത് ഹല്ലേലൂയ പ്രതിസന്ധികളോ വെല്ലുവിളികളോ വകവെക്കാതെ കർത്താവാണ് എന്നെ വിളിച്ചതെന്നുള്ള ബോധ്യത്തോടെ സ്റ്റെപ്പ് എടുക്കുന്നു, അവന്റെ ജീവിതത്തിൽ ജയമുണ്ടാകും. അവനെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും. അവന്റെ അവസ്ഥ മാറിയിരിക്കും. കാരണം ദൈവം വസിക്കുന്ന മന്ദിരമാണത്. അപ്പൊ അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് ലഭിക്കുന്നത് നീതീകരണം. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും ആളുകളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ അകത്ത് അവരെ വാഴുന്ന ഒരു കാര്യമുണ്ട്.
നമ്മൾ ചെയ്തതിനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. വചനം അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് തീയതാകലും നല്ലതാകലും അതിന് തക്കവണ്ണം അവൻ പ്രാപിക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവർ, ഇത് വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. ശരിയാണ് പ്രിയപ്പെട്ടവർ, അത് നാം ചെയ്തതിന് നമ്മുടെ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് തെറ്റായാലും ശരിയായാലും അതിന് തക്കവണ്ണം നമ്മൾ പ്രാപിക്കണം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഒരു വ്യക്തി ഏറ്റുപറയും, അതിനകത്ത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ ആ വ്യക്തി ആയിരുന്ന നിലയിലേക്കല്ല ആ വ്യക്തി സ്റ്റെപ്പ് എടുക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിന് അവസ്ഥ മാറും. ആ അവസ്ഥയിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്? ആ അവസ്ഥയിൽ അവന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും, അതായത് അവനവന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിനെ വിശ്വസിക്കാനുള്ളതാണ്. യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവന്റെ സ്വന്തം പ്രവൃത്തി അല്ല, അവന് വേണ്ടി ദൈവം ചെയ്ത യേശു ക്രൂശിൽ നിവർത്തിച്ച പ്രവൃത്തി നിമിത്തം നീതീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ആ നീതീകരിക്കപ്പെടുന്ന അവസ്ഥ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന അവസ്ഥ, അവൻ വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളാകും. അവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഹല്ലേലൂയ അവനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ദൈവ മക്കളാകാൻ അധികാരം ലഭിച്ചു. മക്കളാകാനുള്ള അധികാരം. അതായത് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്നു. യേശുവിന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ മകള് ഭൂതോപദ്രവത്താൽ കഷ്ടപ്പെടുന്നു, സൗഖ്യം വേണം. കർത്താവ് അവളോട് ഒരു തരത്തിലും ഒരു നല്ല മനോഭാവത്തോട് പെരുമാറിയതായി കാണുന്നില്ല. എന്നാൽ അവൾ വീണ്ടും വീണ്ടും പിന്തുടർന്ന് യേശുവിനോട് തന്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോ ശിഷ്യന്മാരും പറഞ്ഞു, കർത്താവെ അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് അയക്കണം. കർത്താവിന്റെ മറുപടി ഇതായിരുന്നു, മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവൾ പറയുന്നത്, അല്ല കർത്താവേ, നായ്ക്കുട്ടികളും മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. ആ വാക്ക് നിമിത്തം അവളോട് പോയിക്കൊള്ളാനായിട്ട് പറയുക. അപ്പൊ നമുക്ക് അവിടെ കാണാൻ, ആ വാക്കിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മക്കളുടെ അവകാശമാണ് രോഗസൗഖ്യം. മക്കൾ രോഗസൗഖ്യത്തിന് അവകാശികളാണ്. ഒരു മകനായി ജനിച്ച ഒരു വ്യക്തി, ആ വ്യക്തി ദൈവത്തിന്റെ മകനായി തീർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ അവകാശമാണ് രോഗസൗഖ്യം. ഹല്ലേലൂയ. അപ്പോൾ മക്കള് അവകാശികളാണ്. മക്കൾ അവകാശികളാണ്. നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ്. അപ്പോൾ മക്കൾ എന്ന് പറയുന്ന പദവി എങ്ങനെയാണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനായിട്ട് അധികാരം ലഭിച്ചു. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പിന്നെയും നമ്മൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്ര നാം പ്രാപിച്ചിരിക്കുന്നത്. നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നത് പുത്രത്വത്തിന്റെ ആത്മാവ്. അപ്പൊ നമ്മുടെ മേലേക്ക് പകർന്നിരിക്കുന്ന ആത്മാവ് മക്കളായി തീർത്തിരിക്കുക. നമ്മളെ ആത്മാവിനാൽ നമ്മളെ മക്കളാക്കി തീർത്തിരിക്കുക. അതായത് മക്കളാണെങ്കിൽ നാം അവകാശികളാണ്. നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. ആമേൻ. അപ്പോ പുത്രത്വം, മകൻ എന്ന് പറയുന്ന പദവിയിലേക്ക് നാം വന്നപ്പോൾ അവകാശത്തിലേക്കായി തീർന്നു. അതായത് ആമേൻ, ന്യായപ്രമാണത്തിന് കീഴിൽ പ്രവർത്തികളിൽ ആശ്രയിച്ചു വന്നിരുന്ന ജനം ആ പ്രവർത്തികളിൽ നിന്ന് മാറി വിശ്വാസം എന്ന് പറയുന്ന തലത്തിലേക്ക് അവരുടെ ആത്മനിലവാരം ഉയർന്നപ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വചനത്തിൽ പറയുന്നതാണ്, ദൈവമക്കൾ എന്ന് പറയുന്ന പദവിയിലേക്ക് അവരായി തീർന്നു. ദൈവമക്കൾ. അപ്പോ നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഈ ശിശുക്കൾ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് മക്കൾ എന്ന് പറയുന്ന പദവിയിലേക്കായി തീർന്നു. അപ്പോൾ ശിശുക്കളും മക്കൾ തന്നെയാണ്. പക്ഷെ അവർക്ക് അപ്പന്റെ യഥാർത്ഥ അവകാശങ്ങൾ അല്ലെങ്കിൽ തന്റെ സ്വന്തം അവകാശങ്ങൾ തിരിച്ചറിയാനും പ്രാപിക്കാനും കഴിയാതെ പോകും. പക്ഷെ മക്കൾ എന്ന് പറയുന്ന നിലയിൽ അതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം പിതാവിൽ നിന്ന് തനിക്ക് എന്തെല്ലാം ലഭിക്കാനുണ്ടെന്നുള്ള തിരിച്ചറിവ് അവനിലുണ്ടാകും. അപ്പോൾ അതിന് ദൈവവചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ വചനത്താൽ വീണ്ടും ജനിച്ചവരാണ്. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. എന്നാൽ 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും, നമ്മൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നിങ്ങൾ വളരാനായിട്ട്. അപ്പോ ഒരു വ്യക്തിയുടെ ശൈശവ അവസ്ഥയിൽ നിന്ന് മകൻ എന്ന പദവിയിലേക്ക് വളരണമെങ്കിൽ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. അഥവാ ഒരു വ്യക്തി ശിശുവായി ജനിച്ചപ്പോൾ, ശിശുവായി തീർന്നപ്പോൾ, ആ വ്യക്തി പ്രവൃത്തികളിൽ ആശ്രയിച്ചു നിന്നപ്പോൾ എപ്പോഴാണ് ഒരു വ്യക്തി വചനത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയത്? അപ്പോൾ വചനത്തിൽ കൂടെ ആ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായി, യേശുവിനെ വിശ്വസിക്കുന്ന ഞാൻ ഇനി പ്രവൃത്തികളിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടവനല്ല.
ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, ആ ചെയ്ത് കൂട്ടുന്ന പ്രവൃത്തികളല്ല എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം. എനിക്ക് വേണ്ടി കർത്താവ് ചെയ്തതിലുള്ള വിശ്വാസമാണ് എൻ്റെ വിശ്വാസത്തിന്റെയും എൻ്റെ ആത്മീക ജീവിതത്തിന്റെയും അടിസ്ഥാനം. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ആ ബോധ്യം ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത്, ആ നിയന്ത്രിക്കുന്ന പോയിന്റിൽ നിന്നാണ് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പൂർണ്ണമായ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. അതായത് കർത്താവിന്റെ വചനം എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലേക്ക് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അവർ നമ്മെ പോലെ സദ്വർത്തമാനം കേട്ടവരെങ്കിലും അത് വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. കുറച്ച് വാക്യങ്ങൾ വായിക്കാൻ എളുപ്പമാണ്, നമുക്ക് ഇരുന്ന കുറെ വാക്യങ്ങൾ വായിക്കാനും കേൾക്കാനും എളുപ്പം. പക്ഷെ അതിനെ വിശ്വസിക്കാനായിട്ട്, ദാറ്റ് ഈസ് ഫോർ മീ, ദാറ്റ് ഈസ് അബൌട്ട് മീ, അത് എന്നോടാ. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ അകത്ത് പൂർണ്ണ ബോധ്യം അത് എന്നോടാണ്, എന്നെക്കുറിച്ചാണ് എന്ന അസാധാരണ ബോധ്യം ആ വ്യക്തിയിൽ ഉണ്ടാകും, ആ ബോധ്യം ആ വ്യക്തിയുടെ അവസ്ഥ മാറ്റും. പ്രൈസ് ഗോഡ്. അപ്പോ നമ്മൾ മക്കളാക്കി മാറുക. അവിടെ ശൈശവ ഘട്ടത്തിൽ നിന്ന് മക്കൾ എന്ന പദവിയിലേക്ക്. യെസ്, ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിന്റെ മക്കൾ, ദൈവ മക്കളായി തീരുക. അത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ഹല്ലേലൂയ. അപ്പോ മക്കളുടെ കാര്യം എന്താണ്? മക്കൾ അപ്പനിൽ നിന്ന് അപ്പൻ മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതിനെ മുഴുവൻ അനുഭവിക്കുന്ന, അതിനെ ആസ്വദിക്കുന്ന, അതിൽ സന്തോഷിക്കുന്നവരായി മാറും മക്കൾ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾ നിലവിളിച്ച് കരഞ്ഞ് വിലപിച്ച് ദൈവസന്നിധിയിലേക്ക് ഓടി വരുന്നവരായിരിക്കത്തില്ല. പകരമായി നിങ്ങളുടെ അകത്തുള്ള അസാധാരണ ബോധ്യം, എന്നെ വിളിച്ചൊരു കർത്താവുണ്ട്, എന്നെ തെരഞ്ഞെടുത്തൊരു കർത്താവുണ്ട്, സകലതും നന്മയ്ക്കാക്കി തീർക്കുവാൻ പ്രാപ്തനായ ഒരു കർത്താവുണ്ട്, എന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ശക്തനായ ഒരു കർത്താവുണ്ട്, എന്നെ വിളിച്ചൊരു കർത്താവുണ്ട്, അവൻ എന്നെ നിശ്ചയമായി മാനിക്കുമെന്ന ബോധ്യം ആ വ്യക്തിയുടെ അകത്ത് വരും. ആ വ്യക്തിയെ ആ ബോധ്യം നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, ആമേൻ, ഒരു യജമാനന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ യജമാനനെ പ്രസാദിപ്പിക്കാനായിട്ടുള്ള പ്രവൃത്തികളോ യജമാനനെ പ്രസാദിപ്പിക്കാനുള്ള സമ്മാനങ്ങളോ കയ്യിൽ കൊണ്ടല്ല വരുന്നത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു അപ്പൻ ജോലി സ്ഥലത്തു നിന്ന് എത്ര ക്ഷീണിതനായി, എത്ര ടയർഡായിട്ട് ജോലി സ്ഥലത്തു നിന്ന് ഭവനത്തിലേക്ക് വരുമ്പോഴും അവന്റെ മക്കൾ ഓടി ആ പിതാവിന്റെ അടുക്കിലേക്ക് വന്ന് ആലിംഗനം ചെയ്ത് അപ്പ എന്ന് വിളിക്കുമ്പോൾ, ആ അപ്പനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ അപ്പന്റെ ക്ഷീണമൊക്കെ അപ്പൻ മറന്ന് മക്കളുടെ കൂടെ കളിക്കാനായിട്ട് തുടങ്ങും, മക്കളുടെ കൂടെ ഓടാനായിട്ട് തുടങ്ങും, മക്കളുടെ കൂടെ വിനോദത്തിൽ ഏർപ്പെടാനായിട്ട് തുടങ്ങും. എന്താ കാര്യം എന്നറിയാം? ആ മക്കളുടെ സാന്നിധ്യം, അവിടെ മക്കളിൽ നിന്ന് അപ്പന് വേണ്ടത് സമ്മാനങ്ങളല്ല, മക്കളിൽ നിന്ന് അപ്പന് വേണ്ട ഒരു കാര്യമാണ് അപ്പനാണെന്നുള്ള അംഗീകാരം, ഇല്ലെങ്കിൽ ആ മക്കളുടെ അകത്തുനിന്ന് നിറഞ്ഞു കവിയുന്ന സ്നേഹം. അത് മാത്രം മതി അപ്പനെ സംബന്ധിച്ചിടത്തോളം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ്. നീതീകരിക്കപ്പെട്ട നിങ്ങൾ അവകാശികളാണ്. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. നമുക്ക് അത്, ഹല്ലേലൂയ, ആമേൻ, ഗലാത്യ ലേഖനത്തിലും അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്കത് കാണാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തില് നമുക്ക് ആ വാക്യം, അതിന്റെ 4-ാമത്തെ അധ്യായം, അതിന്റെ 4-ാമത്തെ വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. 5-ാം വാക്യം, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നമ്മള് ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു നമ്മളെ വിലയ്ക്ക് വാങ്ങി പുത്രത്വം പ്രാപിക്കേണ്ടതിന്. പുത്രത്വം, അതെ, നാം മക്കൾ എന്ന് പറയുന്ന പുത്രത്വത്തിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. നാം മക്കൾ എന്ന് പറയുന്ന പുത്രത്വത്തിന്റെ പദവിയിലേക്ക് കർത്താവ് നമ്മളെ മാറ്റി. അപ്പൊ ഇപ്പൊ നമ്മള് ന്യായപ്രമാണത്തിന് കീഴല്ല, പുത്രത്വത്തിലാണ്. ആ പുത്രത്വത്തിന് കീഴിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. 6-ാം വാക്യം, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഇപ്പൊ നമ്മൾ മക്കളാകിയാൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ പിതാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു.
അപ്പൊ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്ന ആത്മാവ്, നമ്മളിലേക്ക് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് രണ്ട് തരത്തിലുള്ള ബോധ്യം കൊണ്ടുവരും. ഒന്ന്, പിതാവിനെ കുറിച്ച് യഥാർത്ഥമായ ബോധ്യം. രണ്ട്, മക്കളെ കുറിച്ച് യഥാർത്ഥമായ അറിവ്. അതായത് നാം മക്കളാണെന്നുള്ള ആഴമേറിയ ബോധ്യം നമുക്ക് തരുന്നതോടൊപ്പം തന്നെ ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാണ്. അവന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ധൈര്യത്തോടുകൂടി അവന്റെ അടുക്കലേക്ക് ചെല്ലാം. ആ കൃപാസനമാണ്. അവിടെ നിന്നെ ശിക്ഷിക്കുകയും തകർക്കുകയും ചെയ്യുന്ന ദൈവമല്ല, നിന്നെ കരുതുന്ന ദൈവമാണ്. അവൻ നിന്റെ പിതാവാണെന്നുള്ള ബോധ്യം അത് തരുന്നത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം 26-ാം വാക്യത്തിൽ പറയുന്നത്, അവണ്ണം തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ തുണനിൽക്കുന്നു. നാം വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് താൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കത്താൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പൊ അവിടെ ആത്മാവ് താൻ ബലഹീനതകൾക്ക് തുണ നിൽക്കുക. നമ്മുടെ ബലഹീനതകൾക്ക് എന്താണ് നമ്മുടെ ബലഹീനത? നമുക്ക് ചോദിക്കേണ്ടത് എന്താണെന്ന് അറിയില്ല. കാരണം നാം ഇപ്പോഴും ശൈശവ ദശയിൽ അല്ലെങ്കിൽ നമ്മൾ ശിശുക്കളായിരിക്കുന്നവർ ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല. അപ്പോൾ ആ ദാസ്യ മനോഭാവത്തോടുകൂടെ ദൈവസന്നിധി വന്ന് നിൽക്കുക. ദാസനെ പോലെ വിലപിക്കുന്നവരായി, ദാസനെ പോലെ നിലവിളിക്കുന്നവരായി, ദാസനെ പോലെ കരയുന്നവരായിട്ട് നിൽക്കുക. നമുക്ക് ആ മക്കൾ എന്ന പദവി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. മക്കൾ എന്ന പദവി തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. അത് ബലഹീനതയായി, അതൊരു വീഴ്ചയായി ജീവിതത്തിൽ നിൽക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തി തരും. അതായത് അപ്പനോട് അബ്ബ എന്ന ആ കാഴ്ചപ്പാടോടുകൂടെ മക്കളാണെന്നുള്ള ബോധ്യത്തോടെ അപ്പനെ അഭിമുഖീകരിക്കാനായിട്ട് ഈ പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, രോഗമൊക്കെ വരുമ്പോൾ ലോകം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ദൈവമാണ് തരുന്നത്. ആ രോഗത്തിലൂടെ ദൈവം നമ്മെ ശുദ്ധീകരിക്കുകയാണ്, നമ്മളെ വീണ്ടും കൂടുതൽ ശുദ്ധിയുള്ളവരാക്കി മാറ്റുക. രോഗമൊക്കെ ദൈവം തരുന്ന അതിനാണ്. അതുകൊണ്ട് രോഗം തരുന്ന ദൈവം അത് സഹിക്കാനുള്ള കൃപയും തരും എന്നൊക്കെ നമ്മൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഒരുവൻ എപ്പോഴാണോ ദൈവത്തെ പിതാവായിട്ടും താൻ മകനാണെന്ന് തിരിച്ചറിയുന്നത്, ആ ഒരു പോയിന്റ് മുതൽ അവന്റെ ജീവിതത്തിനകത്തുണ്ടാകുന്ന വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഹല്ലേലൂയ, ഇല്ല, ഒരു കാരണവശാലും ഈ പ്രതികൂലം എന്നെ വാഴാനായിട്ടല്ല, ഈ രോഗം എന്നെ വാഴാനായിട്ടല്ല, എൻ്റെ അപ്പൻ എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. പിതാവ് സമ്പാദിച്ചതിനെ മുഴുവൻ ആസ്വദിക്കാൻ, അതിനെ അനുഭവിക്കാനായിട്ടാണ് കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ, അത് തിരിച്ചറിയുമ്പോൾ രോഗസൗഖ്യം എൻ്റെ അവകാശമാണ്, സമൃദ്ധി എൻ്റെ അവകാശമാണ്, അനുഗ്രഹം എൻ്റെ അവകാശമാണ്, ജയം എൻ്റെ അവകാശമാണ്. ഈ ബോധ്യം എൻ്റെ അകത്ത് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ആ മക്കൾ എന്ന പദവി, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തോട് ഞാൻ എങ്ങനെയാ അപ്രോച്ച് ചെയ്യേണ്ടത്? ദൈവത്തോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കണോ? എൻ്റെ കുറവുകളല്ലേ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണോ? അനേകരെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന വിഷയത്തിൽ കൂടെ പോവുക, അതിനെങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? എന്തൊക്കെ വാക്യങ്ങൾ പറഞ്ഞാൽ അത് തെറ്റില്ല, വാക്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. പക്ഷെ ഏത് വിധത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് പ്രാർത്ഥിക്കേണ്ടത്? പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നാം അതിനതീതരാണ്. നാം ഒരു സമയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രാർത്ഥനക്കാരല്ല. നമ്മളൊരു വ്യവസ്ഥയിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രാർത്ഥനക്കാരല്ല. അതിനപ്പുറമായി മക്കൾ എന്ന പദവിയെ തിരിച്ചറിഞ്ഞ് പിതാവിൽ നിന്ന് അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കുന്ന മക്കളാണ് നിങ്ങൾ. ആ ബോധ്യമാണ് നമ്മുടെ അകത്ത് വാഴേണ്ടത്, വളരേണ്ടത്, വർദ്ധിക്കേണ്ടത്, വേരുറയ്ക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉള്ളില് ആ ഒരു അസാധാരണമായ ബോധ്യം നമ്മുടെ അകത്ത് റൂട്ടഡ് ആകണം. നമ്മുടെ അകത്ത് ആ ബോധ്യം നമ്മളെ വാഴണം. തളർന്നു പോകാതെ, പതറിപ്പോകാതെ അപ്പയുടെ അടുക്കലേക്ക്, ദൈവസാന്നിധ്യത്തിലേക്ക് ഓടി വരുമ്പോൾ നമുക്ക് ഈ ബോധ്യം നമ്മളെ വാഴണം. അതുകൊണ്ടാണ് ഈ ഗലാത്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളെ ഞാൻ ഒരുമിച്ച് വായിക്കാം. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാണ്. അപ്പൊ നമ്മള് ഈ പുത്രത്വത്തിലേക്ക്, മകൻ എന്ന പദവിയിലേക്ക് നമ്മൾ ആയിത്തീരുന്നു. അവിടെ വചനം പറയുന്നത്, നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികൾ. അപ്പൊ മക്കൾ എന്ന് പറയുന്ന പദവിയിലേക്ക് നമ്മൾ ആയിത്തീരുന്നപ്പം അവകാശബോധത്തോടുകൂടെ, അതെ, സൗഖ്യം എന്റെ അവകാശമാണ്, വിടുതൽ എന്റെ അവകാശമാണ്, സമൃദ്ധി എന്റെ അവകാശമാണ്, ജയം എന്റെ അവകാശമാണ്. നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികൾ. യെസ്, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ എവിടെയെല്ലാം നിങ്ങളെ സാഹചര്യങ്ങൾ തളർത്തി കളഞ്ഞിരിക്കുന്നു, എവിടെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വാഴുന്നു, എവിടെല്ലാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിരാശ നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നു, അടിമത്തം നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നു, ആ ദാസ്യത്വ മനോഭാവത്തിനപ്പുറമായി ഞാൻ ദൈവത്തിന്റെ മകനാണ്, അവകാശിയാണെന്നുള്ള അസാധാരണ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ ആ ബോധ്യം നിങ്ങളുടെ അവസ്ഥയെ മാറ്റും.
ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ചില അവസ്ഥകളെ, നിങ്ങൾ ചില വ്യക്തികൾ കേന്ദ്രീകൃതമായ ചില വിഷയങ്ങളെ കണ്ടക്കമല്ല, ആ വ്യക്തിയെ കർത്താവ് ഉപയോഗിച്ച് നിന്നെ കൂടുതൽ ശക്തനാക്കി മാറ്റുക. ഗോലിയാത്ത് ദാവീദിന്റെ മുമ്പിൽ വന്ന് നിന്നത് ദാവീദിനെ തോൽപ്പിക്കാനായിട്ടല്ല, ഗോലിയാത്തിന്റെ വലിപ്പം വെളിപ്പെടുത്താനുമായിട്ടല്ല, ദാവീദിന്റെ അകത്തെ മനുഷ്യന്റെ വലിപ്പം വെളിപ്പെടുത്താനായിട്ട്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കരുത്, ലോകത്തിൽ പലരും ചിലതിനെയും കണ്ടിട്ട് അവർ വലിയ വിശാലമായ വാക്കുകൾ പറയും. ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലല്ല, അത് ആ കാണുന്നതിനപ്പുറമാണ്. അവർ കണ്ടത് പുറമെയുള്ള വലിപ്പമാണ്, അവർ കണ്ടത് പുറമെയുള്ള മനുഷ്യന്റെ ശക്തിയും അധികാരവും വലിപ്പവുമൊക്കെയാണ്. പക്ഷെ നിങ്ങളുടെ അകത്ത് വസിക്കുന്ന കർത്താവ്, ആമേൻ, ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവനെന്ന ബോധ്യം അത് ലോകം കാണാനായിട്ട്. അതെ, ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഏത് വെല്ലുവിളികളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിലും നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ, ഞാൻ കർത്താവിന്റെ മകനാണ്. അതായത് നിങ്ങളുടെ വെല്ലുവിളികളെയും നിങ്ങളുടെ പ്രശ്നത്തിൽ ലോകം പറഞ്ഞേക്കാം വലിയ പ്രശ്നമാണ്, പക്ഷെ പരിശുദ്ധാത്മ നിങ്ങളോട് പറയും വലിയ ദൈവമാണ്. നിങ്ങളിൽ അകത്തിരിക്കുന്ന ഈ സാഹചര്യങ്ങളെക്കാൾ വലിയവനാണ്, വെല്ലുവിളികളെക്കാൾ വലിയവനാണ്. ഈ ബോധ്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ മക്കളാണ്, അവകാശികളാണ്. ആ ബോധ്യത്തോടെ അപ്പന്റെ അടുക്കിലേക്ക് പോകാം, എന്ന് സൗഖ്യം പ്രാപിക്കാം, അനുഗ്രഹം പ്രാപിക്കാം, സമൃദ്ധി പ്രാപിക്കാം, കർത്താവിൽ നീതിമാന്മാരായി ജീവിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ജീവിതത്തിനകത്ത് കർത്താവെ അവരുടെ അവകാശം ഒന്ന് തിരിച്ചറിയാനായിട്ട്, അവരെ വിളിച്ച വിളിയുടെ ആഴം ഒന്ന് തിരിച്ചറിയാനായിട്ട് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ബലഹീനതകൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ. കർത്താവെ, അവർ മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ എല്ലാ വെല്ലുവിളികളെയും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട്, എല്ലാ പ്രതിസന്ധികളെയും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട്, എല്ലാ ആമേൻ ഹല്ലേലൂയ നിരാശകളെയും എല്ലാ ഭയത്തെയും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട്, പ്രത്യേകിച്ച് കർത്താവരുടെ ജീവിതത്തിൽ അവരെ ഇന്ന് വരെ വാണുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു, അടക്കി വാണുകൊണ്ടിരുന്ന പല ദുഷ്ടന്റെ ആധിപത്യങ്ങളും പൈശാചിക കരങ്ങളും പൊട്ടിമാറട്ടെ. അവരുടെ അകത്ത് ചെറുപ്പം മുതൽ അവരുടെ ജീവിതത്തിൽ വളർന്നു വന്ന നെഗറ്റീവ് സ്വഭാവങ്ങൾ, ഭയത്തിന്റെ അവസ്ഥ, ഹല്ലേലൂയ, സെൽഫിറ്റി, സ്വയ സഹതാപം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുറ്റബോധങ്ങൾ അവർ വിട്ടുമാറട്ടെ. സ്വയ സഹതാപം അവരുടെ ഹൃദയത്തിൽ മാറട്ടെ. ഇപ്പോൾ തന്നെ കർത്താവിൽ അവർ നീതിമാന്മാരാണെന്നും ക്രിസ്തുവിൽ അവർ ശക്തന്മാരാണെന്നും തിരിച്ചറിവർക്കുണ്ടാകട്ടെ. അവരുടെ മുമ്പിൽ നിൽക്കുന്നവർ ചുറ്റുപാടുകളല്ല അവരെ താങ്ങി നിർത്തിയിരിക്കുന്നത്, അവരാണ് ചുറ്റുപാടുകൾക്കൊരു താങ്ങാൻ നിൽക്കുന്നതെന്നൊരു തിരിച്ചറിവ് അവരുടെ അകത്ത് കൊടുത്തിട്ട് അവരുടെ അകത്തുള്ള കർത്താവിന്റെ ബോധ്യം അവർക്ക് കർത്താവ് ഇന്ന് യേശുവിന്റെ നാമത്തിൽ പകരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങൾ മാറിപ്പോകട്ടെ, നിരാശ മാറിപ്പോകട്ടെ, കർത്താവിനുള്ള ഉറപ്പ് അവരെ വാഴട്ടെ. കർത്താവ് ഈ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി മാറട്ടെ. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കണം. അത്ഭുതത്തെ കർത്താവ് ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. എല്ലാം മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളെങ്കിൽ അവകാശികൾ. അപ്പൊ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ എങ്ങനെ ആ അവകാശ ബോധത്തോടു കൂടെ വേണം വരാനായിട്ട്. ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും അത്ഭുതത്തിന്റെ, ഏറ്റവും അനുഗ്രഹത്തിന്റെ, ഏറ്റവും സമൃദ്ധിയുള്ള ദിവസങ്ങളായി ഈ ദിവസങ്ങളെ കർത്താവ് മാറ്റട്ടെ. അല്ലെങ്കിൽ എല്ലാ നന്മകളും നിങ്ങളിൽ നിറഞ്ഞു കവിയുന്നത് ലോകം കണ്ടിട്ട് തിരിച്ചറിയട്ടെ. നിങ്ങളുടെ അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. God bless you. Amen.